ഇനി നമുക്ക് നോക്കാനുള്ളത് ഫയൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് നമുക്ക് ഫയൽ കറക്റ്റായിട്ട് വിസിബിൾ ആയിട്ട് കണ്ടു, അത് നമ്മൾ പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്യാനും പഠിച്ചു. പക്ഷെ എല്ലാ കേസസിലും നമുക്കിത് പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആ സെയിം ഫയൽ തന്നെ വേറൊരു ഫോർമാറ്റിൽ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ ഫയല്. ഈ ഫയല് ഞാൻ ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു, അത് ലോഡായി വന്നു. പക്ഷെ എനിക്ക് ഇവിടെ എവിടെയും കാണാനില്ല. അപ്പൊ ഞാനിത് സൂം ഔട്ട് ചെയ്യുമ്പോൾ ഈ കോർണറിലാണ് അത് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഒരുപാട് അകലെയാണ്, അത് ഇമ്പോർട്ട് ചെയ്താൽ കാണില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇതിനെ ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് എന്ന് വെച്ചിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരും. നമുക്കിപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ ഐറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. അപ്പൊ ഇത് ഒരുപാട് ദൂരെയൊക്കെയാണ് പോയിട്ട് ലോഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എലിവേഷൻ പോയിന്റ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് അവിടേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കറക്റ്റ് ആയിട്ട് ആ എലിവേഷൻ പോയിന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എലിവേഷൻസിൽ വ്യൂ കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഈ 4 എലിവേഷൻസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡ്രോയിങ് ലോഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. റെവിറ്റിന്റെ ഫയൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ ഒരു ചെറിയൊരു ടിൽറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ടോപ്പ് വ്യൂ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഫയൽ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂല് പോകുന്നു, ന്യൂല് ഡ്രോയിങ് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിൽ ഞാൻ ACAD ISO എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഐസോമെട്രിക് ISO യൂണിറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ACAD ISO എടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ കംപ്ലീറ്റ് ഫയലിനെ ഞാൻ ഇങ്ങ് കോപ്പി ചെയ്യുന്നു. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് Ctrl+Shift+C ഈ 3 ബട്ടണും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതിന്റെ ബേസ് പോയിന്റ് ഞാൻ ഈ ഭാഗം പിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്ത ഈ ഡ്രോയിങ്ങിൽ ഇങ്ങനെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് ഈ XY ആക്സിസ് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം Ctrl+Shift+V ഒരുമിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഓക്കെ കൊടുത്തു. എന്നിട്ട് ഈ ഒറിജിൻ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ സൂം ഔട്ട് ആവുന്നില്ല. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ Z എൻ്റർ A എൻ്റർ ചെയ്യാം. കണ്ടോ, എൻ്റെ ഒബ്ജക്റ്റ് ഇപ്പം ഈ XY ഒറിജിനിലാണ് നിൽക്കുന്നത്. സൂം ചെയ്താലും സൂം ഔട്ട് ചെയ്താലും അത് ആ ഒറിജിനിലാണ് നിൽക്കുന്നത്. ഇതിന് ശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിലേക്ക് ഫോർ റെവിറ്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ബാക്ക് ടു റെവിറ്റിലേക്ക് വരുന്നു. അപ്പൊ ഈ ഫയൽസ് വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അതിനുശേഷം ഇവിടെ ഞാൻ ഇമ്പോർട്ട് CADിലേക്ക് വരുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഞാൻ ഫോർ റെവിറ്റ് എന്ന് പറയുന്ന ഈ ഫയല്. അപ്പം ഇവിടെ പ്രിസർവ് ഓട്ടോ ഡിറ്റക്ട് ഒറിജിൻ ടു ഒറിജിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലെവല് നമ്മൾ ഇവിടെ ലെവൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാം. ഫ്ലോർ പ്ലാനിലേക്ക് ആയിരിക്കുമല്ലോ ലോഡ് ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റ് ഒറിജിനിലേക്ക് വന്നു. സോ ഇനി എനിക്ക് മൂവ് ചെയ്യണമെങ്കിലും അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിലും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് അത് മാറിപ്പോകത്തില്ല. ഞാൻ ഇതിനെ അൺപിൻ ചെയ്തു, ദെൻ മൂവ് ചെയ്യുന്നു. പ്രോപ്പറായിട്ട് അതിനെ പൊസിഷൻ ചെയ്തു. ഇനി നമുക്ക് മെഷർമെൻറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ മെഷർമെൻറ്റിൻ്റെ ടൂൾ എടുത്തു, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. കണ്ടോ, എക്സാക്റ്റ് ആ ഒരു മെഷർമെൻറ്റിലാണ് വരുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, VG എന്ന് ടൈപ്പ് ചെയ്ത് ഇമ്പോർട്ടഡ് കാറ്റഗറിയിൽ പോയിട്ട് ഇവിടെ ഫോർ റെവിറ്റ് എന്ന് പറയുന്ന ഫയലാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഹാഫ് ടോണിലേക്ക് മാറ്റുന്നു, ഓക്കെ കൊടുക്കുന്നു. സോ ഇതാണ് എൻ്റെ ഫയൽ, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫയൽ. ഇനി ഇതിൽ എനിക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനെ സ്കെയിൽ ചെയ്യേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. അപ്പം ഇനി നമുക്ക് വോള് വെച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ.